ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ കുറ്റം ചെയ്യാത്തവരും ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പോ കുറ്റം ചെയ്ത ആരാധന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങളെ കാണിക്കേണ്ട ബാധ്യത ഒന്നും പോലീസിനില്ല. പക്ഷെ അതല്ല സൈമൺ തോമസിന്റെ ഒരു ശൈലി. ഭാവന സാർ വിളി. ഓക്കെ ഓക്കെ. ഹലോ സാറേ, ഗവന്മാരില്ല, അവനെ കൊണ്ടുപോകും. പീച്ച പീച്ച. ഇവനെ സഹായിച്ച ആരോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടെന്നും എനിക്കറിയാം. അതാരാണെന്നും ഇപ്പൊ നിങ്ങൾ കാണും. ഞാനാണ് കൊന്ന ശ്രീകുട്ട. ശ്രീകുട്ട ഞാനാണ് സാറേ. എനിക്ക് കക്കാൻ പോയ പച്ചയാണ് സാറേ. സാറേ എനിക്ക് കക്കാൻ പോയ പച്ചയാണ് സാറേ. ഇവിടെ കയറിക്കടി. ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിനുള്ള സെലക്ഷൻ ക്യാമ്പിൽ വെച്ച ഞാനും അനീഷും തമ്മിൽ കൂടുതലെടുത്തത്. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാ. ഗൾഫിലെ താൽക്കാലിക ജോലിക്കിടയേണ്ട ആക്സിഡന്റിന് ശേഷം ഞാൻ നാട്ടിലെത്തിയപ്പോഴേക്കും നിഷയുടെ കല്യാണം കഴിച്ചിരുന്നു. ഇനി എപ്പോഴും ഇങ്ങനെ ഇരുട്ടത്ത് വരാൻ നിൽക്കണ്ട. എനിക്കിപ്പോ ദൂരെ നിന്ന് കാണാനെങ്കിലും പറ്റണില്ല. അതുകൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ വിളിക്കണ്ട്. പോയിക്കും, ഞാൻ പോയിക്കും. ഇതൊന്നും അടച്ചിരൂ, എന്നെ കൊണ്ട് പറ്റണില്ല. ഇതൊക്കെ ആകെ പൊളിഞ്ഞിരിക്കണ. നിനക്ക് അയാളോട് പറഞ്ഞത് നന്നാക്കി തരാൻ പറയാൻ പാടില്ല. എനിക്കൊന്നും നേരെ നോക്കാൻ പോലെ തോന്നാറില്ല. എന്നെ കൊണ്ട് വയ്യാനി. നീ എന്റെ മുമ്പിൽ കളങ്ങനെ കഷ്ടപ്പെടാണുമ്പോഴേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഇതിനെ ചെയ്തു പോട്ടാ. പോയിക്കോ, ചെല്ല്. ബാബുവിനെ വലിയപ്പച്ച വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടി നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കൊന്നും ഭയപ്പെടുന്ന വെയിലുള്ള എന്തായി പോണം? ആ, വണ്ടിയുടെ പൈസ ഞാൻ നാളെ ഒന്ന് മേടിച്ചോളാം. രാത്രി ചെറിയ പരിപാടി ഉണ്ട്. ഇന്ന് ഇതിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. പോട്ടെ. ഹലോ, ആ ബാബുചേട്ടനല്ലേ? ചേട്ടാ അതെ, കമ്പത്തുനിന്ന് ഒരു ലോഡുണ്ട് ചേട്ടാ. കമ്പത്തുനിന്ന്?
ബാബുവിനെ കൊല്ലാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ ബാബു മരിച്ച നിശ്ചയ നാട്ടിൽ തുടരേണ്ടി വരും. പൈലയും ഭാര്യയും കൊന്നു. ആ കേസ് ബാബുവിന്റെ തലയിട്ട ബാബു അവത്താവും. കേസൊക്കെ ഒതുങ്ങിയ ശേഷം ഇവിടുന്ന് കിട്ടുന്നതെല്ലാം വിറ്റ് മറ്റൊരു സ്ഥലത്ത് സെറ്റിൽ ആവാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്.